ബലഹീനമാം സമ്മാനവും പിറന്നൊരീ മണ്ണും നിറഞ്ഞൊരീ കണ്ണും വേർപിരിഞ്ഞിന്നകലല്ലേ മനസ്സേ സലാം വിരുന്നൊരുങ്ങുമ്പോ ഇരന്നു പോകുമ്പോ ഇരുളിലലമൂടും നഭസേ സലാം ഇടനെഞ്ചുകൾ തേങ്ങും തുടിതാളവും താങ്ങും ഇരട്ട ശിരസേ തളർന്ന മനസ്സേ തളർന്ന മനസ്സേ. പട്ടുമെത്തയിൽ കിടക്കാൻ മോഹിച്ച നമ്മള് അവസാനം സിമന്റ് ബെഞ്ചിലായി. നീയല്ലേ പറഞ്ഞ നിനക്ക് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന്? എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു എല്ലാം കല്ലുവെച്ച നുണയായിരുന്നു എന്ന്. എന്ത് നല്ല വൃത്തികെട്ട ആൾക്കാരാ ഇവിടെ ഉള്ളത്. എടാ ദാസ, എനിക്ക് വിശന്നിട്ട് വയ്യടാ. നാട്ടിലായിരുന്നെങ്കിൽ ചെറിയമ്മ തരുന്ന വിഷമെങ്കിലും കഴിച്ച് വിശപ്പടക്കായിരുന്നു. ദാസ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സ്വപ്നം കണ്ടടാ. നീ കഴിഞ്ഞ ആഴ്ച കണ്ട സ്വപ്നത്തിന്റെ ബാക്കി ഇന്നലെ രാത്രി ഞാൻ കണ്ടതാ. അത്രയ്ക്ക് നല്ല സ്വപ്നമായിരുന്നു. എന്തായിരുന്നു ആ സ്വപ്നം? തടിച്ചു കൊഴുത്ത ഒരു രാക്ഷസൻ വന്ന് നിന്റെ വയറ് കുത്തി കീറി. ദാസ, ആ രാക്ഷസൻ ഇനിയും വരും. ആ രാക്ഷസ ഇനിയും വരുമോ? വരും. ഒന്ന് തിരിഞ്ഞു പറഞ്ഞു കിടക്കാനും കൂടെ സ്ഥലമില്ല. സാറേ, ഇത് അത് തന്നെയാ കേസ്. ഒച്ച വെക്കണ്ട, കൊണ്ടുപോയി പിടിക്കാം. നോക്കി നോക്ക് സാറേ, ഇത് ആണുങ്ങളാ. എന്താണോ ഇത്, അമേരിക്കയാണെന്ന് വിചാരിച്ചോ? ദാസ, ഇതാണോ നീ സ്വപ്നത്തിൽ കണ്ട ആ രാക്ഷസൻ? സാറിന്റെ ഇരട്ടപ്പേര് വിളിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റൂല. പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റൂല എന്ന് പറഞ്ഞില്ലേ? പൊട്ടിപ്പിടിച്ച ഒരു ഷർട്ട് ഇട്ട് മനുഷ്യനെ പറ്റിക്കാൻ നടക്കുന്നോടാ. ഇനി മേലിൽ രണ്ടുപേരും ഒരുമിച്ച് നടന്നാൽ നീ അങ്ങോട്ട് പോടാ, നീ ഇങ്ങോട്ട് പോടാ. ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാനേ പറ്റൂ. പിന്നെയും തർക്കുത്തരം പറയുന്നോടാ. അടിച്ചതിന് ഷേപ്പ് മാറ്റിക്കളെ ഞാൻ. അങ്ങോട്ട് പോടാ, ഇങ്ങോട്ട് പോകാൻ. ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റൂല. സാറേ, ഇവന്മാര് മനുഷ്യരല്ല, വേദങ്ങളാണെന്നാ തോന്നുന്നത്. എന്ത് പണിയായി തട്ടിയതാ ചേട്ടാ? ഞാൻ തന്നെ എടുത്ത് വെച്ചോളാം. അല്ല വേണ്ട, ചേട്ടങ്ങകത്ത് വെക്കോ വെക്കോ. ലോക്കുണ്ട്. ഓ, ലോക്കുണ്ട്. ലോക്കുണ്ട്. ലോക്കില്ല. വെച്ചു. ഇതിന്റെ കാര്യം അങ്ങ് മറന്നേരെ. 10-60 സൈക്കിളുള്ളവനാ. ഈ ഒരു സൈക്കിളില്ലെങ്കിൽ കട കൂട്ടിപ്പോ. എന്റെ കാലം ഈ ചേച്ചിയുടെ കാലം അറിയാതെ ഒന്ന് മുട്ടിപ്പോയി. പ്രായമായുള്ള കാലത്തോട്ട് നമ്മൾ എന്താ ചെയ്യാ? തൊട്ടുമുത്തും. ഞാനതേ ചെയ്തു. അതിന് ഓടിക്കൊണ്ടിരിക്കല്ലേ, എന്റെ കൈയൊന്ന് സ്ലിപ്പായതാണ്. ഇവൻ അയ്യോ, എന്റെ പള്ള. അയ്യോ, അയ്യോ, പട്ടികളെ ഡോറിൽ നിൽക്കണവർ എന്റെ കൈ കിട്ടുന്നത്. അയ്യോ, പറ്റാതെ നീ ഇതെവിടെയായിരുന്നു? ഒന്നും പറയണ്ട മച്ചാനെ.
കോടതി കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് 6-7 ദിവസമായി. നമ്മൾ എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് ഹാജരായി. നമ്മുടെ വക്കീൽ മാഷ് ഇതേവരെ ഹാജരായിട്ടില്ല. ഇപ്പോ വക്കീലിന് മജിസ്ട്രേറ്റ് അറസ്റ്റ് വാറണ്ട് അയച്ചിരിക്കുക. വാറണ്ടിന്റെ കാര്യം ഇവിടെ നിക്കട്ടെ. നിന്നെന്താ ബസ്സിൽ തള്ളിയിട്ട്? ഒന്നും പറയണ്ട മച്ചാനെ. ഒരു പെണ്ണിന്റെ മാല അടിച്ചു മാറ്റാൻ നോക്കിയതാണ്, നടന്നില്ല. ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ കഴുത്തേ കിടക്കുന്ന മാലയുടെ വണ്ണം കണ്ടിട്ടുണ്ട്. അരഞ്ഞാണത്തേടിന്റെ അത്ര വണ്ണമുണ്ട്, വലിച്ചിട്ട് പൊട്ടാടില്ല. എന്നിട്ട് കിട്ടിയോ? എവിടെ മച്ചാനെ, കൂടുതൽ വലിച്ചു മുറുകി ചാകണ്ടല്ലാന്ന് കരുതി ഞാൻ വിട്ടു കളഞ്ഞു. കിട്ടിയില്ല. അതല്ലടാ, നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ചളുക്ക് ശരിക്ക് കിട്ടിവന്നാ ചോദിച്ചേ. ഓ, ഒരു 10-15 എണ്ണം നല്ല കൂമ്പിലിട്ട് കിട്ടി. ഒന്ന് മസാജ് ചെയ്ത സുഖമല്ലേ? ഏതായാലും നീ കേറ്, പോയി സ്കാൻ ചെയ്യാ. വാ, വാ. ഒരു മിനിറ്റ്. വൈഫ്? അതിന് നീ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇതിന്റെ ഉടമസ്ഥന്റെ വൈഫാണെന്ന്. വനമ്പിളി നഗരതാണ്. ചവിട്ടടാ. ചവിട്ടാ, പിടിച്ചോ. മുണ്ടൊന്ന് മടക്കി കുത്തിക്കോട്ടെ. ഒന്ന് തന്നെ. അപ്പോ മച്ചാനെ, ഇത് ജുറാസിക് പാർക്ക് കാണാൻ പോവാ, സെക്കൻഡ് ഷോന്. അതിന് നീ കണ്ണാടി നോക്ക്. എന്താ ഒരു കൂട്ടം? ചോദിക്കടാ. മാറി മാറി, എന്താ ഒരു കൂട്ടം? മാറി മാറി. ആരെങ്കിലും ചത്തോ? രണ്ട് അത്ഭുത മനുഷ്യരാ വഴിതെറ്റി വന്നതാ. ഇവിടെ ഇത് ആദ്യമാ. ഇവരെ പോലെ അമേരിക്കയിൽ ഒരുപാട് പേരുണ്ട്. തള്ളാടാ, തള്ളാ. മച്ചാനെ, അത്ഭുതം, അത്ഭുതം മച്ചാനെ. ഇന്നാള് പത്രത്തിൽ വായിച്ചില്ലേ, ഒരു പശു 2 തരമുള്ള പശുക്കളെ പ്രസവിച്ചെന്ന്. ഇത് അതിനേക്കാൾ അത്ഭുതമാ. ടിക്കറ്റ് വെച്ച ഇവരെ കാണാൻ ആൾ കൂടും. ദൈവദോഷം പറയാടാ. എന്റെ ശനിദശ മാറിയെന്നാണ് തോന്നുന്നത്. ഈ അത്ഭുതങ്ങളെ വിറ്റ് ഞാൻ കോടികൾ ഉണ്ടാക്കും. ഈ നാട് മുഴുവൻ ലാവിഷായിട്ട് അടിച്ച് പൊളിക്കും ഞാൻ. ആരടിക്കുന്ന അവനിട്ട് 2 ഞാൻ കൊടുക്കട്ടെ. വേണ്ട വേണ്ട, ഇതൊക്കെ ആരേറ്റി. മനുഷ്യനെ തീ തീറ്റി കളഞ്ഞോടാ പന്നികളെ. എന്റെ അനിയന്മാരാ ഒരാഴ്ചയായി വീട് വിട്ടിറങ്ങിയിട്ട്. ഞാൻ ഇനി അവന്മാരെ അന്വേഷിക്കാൻ ഇടമില്ല, അറിയാമോ ചേട്ടാ? ദാസ, ഇവരാരാ? മച്ചാനെ, ഇതുപോലെ 2 അനിയന്മാരുള്ള കാര്യം മച്ചാൻ ഇത്രയും നാൾ എന്നോട് പറഞ്ഞില്ലല്ലോ. നിനക്ക് ഇവന്മാരെ കണ്ടിട്ട് എന്റെ അനിയന്മാരാണെന്ന് മനസ്സിലായോ? ഇല്ല. കണ്ടിട്ടേ മനസ്സിലാകുന്നില്ല, പിന്നെ പറഞ്ഞ എങ്ങനെ മനസ്സിലാവും? മച്ചാനെ, ജനിച്ചപ്പോ മച്ചാൻ ഇതുപോലെ ആയിരുന്ന? പോടാ മരപ്പട്ടി. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഇവൻ നമ്മുടെ ചേട്ടനായിക്കോട്ടെ. ശരി, വന്നേ. പല്ലിയേട്ടല്ലേ വിളിക്കുന്നത്? വഴി മാറി, വഴി മാറി. ഒന്ന് വഴി മാറി തന്നെ. കണ്ണി ചോരയില്ലാത്തവരാണ് നിങ്ങളൊക്കെ. അനിയന്മാരെ വാ. ഓ, അമ്മച്ചി. അത് ശരി, നിങ്ങൾ ഡയാമിസ് ഇരട്ടകളാണല്ലേ? എത്ര കാലമായി ഈ ഗതികേടിലായിട്ട്? ഞങ്ങള് ജനിച്ചപ്പോ മുതൽ ഇങ്ങനെയാ. ഓ, പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത്. അതിരിക്കട്ടെ, ഈ പട്ടണത്തിൽ നിങ്ങൾ എങ്ങനെ ഒന്ന് പെട്ടു? ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യണം, അതിനു വേണ്ടി വന്നതാ. പക്ഷേ അതിനുള്ള മാർഗം ഞാൻ ഉണ്ടാക്കി തരാം. സാർ ഓപ്പറേഷൻ ചെയ്യോ? ഞാൻ ചെയ്യാത്ത ഓപ്പറേഷൻസുകളില്ല. ഞാൻ പറയണ മാതിരി അനുസരിച്ചാൽ നിങ്ങൾക്ക് ഓപ്പറേഷൻ നടത്തി വിവാഹം കഴിച്ച് ചിൽഡ്രൻസ് ആയിട്ട് ജീവിക്കാം. എന്തേ? എന്താ ചേട്ടന്റെ പേര്? ഫ്രാങ്കോ. എന്താ ജോലി? എന്തിന് കള്ളം പറയണം? ഫ്രാഡ് പണി. ഫ്രാഡ് ആണെങ്കിലും ഈ ഫ്രാങ്കോ ഫ്രാങ്ക്. മച്ചാനെ, അതെ, നമുക്ക് ആള് കൂടുന്നതിന് മുമ്പ് 2 എണ്ണത്തിന് ഒതുക്കാൻ. പേടിക്കണ്ട, കേറ്റിക്കോ. കേറിക്കോ. കേറ് ദാസ, അല്ലെങ്കിൽ മാറി, ഞാൻ കയറാം. കേറ്. ഇതിന് 4 പേരെ കെട്ടാൻ പറ്റില്ല. ഞങ്ങൾ 3 പേരുള്ളോ? ഒന്ന് ഡയാമീസാ. ഞങ്ങൾക്ക് ഇതിൽ കയറാൻ പറ്റൂല. നിങ്ങൾ ഇതിൽ കേറിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ കേറ്റും. ഞങ്ങൾക്ക് കേറാൻ പറ്റൂല എന്ന് പറഞ്ഞില്ലേ? കൂട്ടിക്കെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ ആളെ പറ്റിക്കാൻ. പുതിയ നമ്പർ ആയിരിക്കും. ഇപ്പൊ എന്താ ചെയ്യാ? എന്താ ചെയ്യാ? അച്ഛാനെ, ഒരു ഐഡിയ. ആംബുലൻസ് വിളിച്ചാലോ? നിന്നെ ആരെങ്കിലും തല്ലി കൊല്ലട്ടെ, അപ്പൊ ഞാൻ വിളിച്ചോളാം. ഒറ്റ വഴിയേ ഉള്ളൂ. ആഞ്ഞ് ചവിട്ടടേ. 2നും കൂടെ 675 കിലോ വരും. നേരെ നേരെ നോക്കണേ. ചവിട്ടടേ.